ഗലിയാദിലെ തിശ്ബി എന്നുള്ള ഏലിയ? അന്ധവിശ്വാസത്തിന് തിമിരം ബാധിച്ച സമരയിൽ സത്യദൈവത്തിന്റെ സാക്ഷ്യം നൽകുവാൻ ഇതാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഇത് സമരിയായുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയം. സമരിയായുടെ ഗോതമ്പ് വയലുകൾ ഓരോ ജനവാസികളെയും മാടി മാടി വിളിക്കുന്ന സമയം. സമരിയായുടെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലം. മറന്നോ? ഇങ്ങനെയുള്ള ഒരാളെ അങ്ങയുടെ പ്രധാന കാര്യശാന്തി നിർത്തുന്നത് അത്ര ശരിയല്ല. വിശ്വാസം അതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പ്രഭു സകലരാജ്ഞി പ്രവചനാണെന്ന് പറഞ്ഞെടുക്കുന്ന എലിയ മന്ത്രകോലിന്റെ മണിയടി ശബ്ദം I'm
സമരിയായിൽ ആഞ്ഞു വീശി. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ജന്തുജീവജാലകങ്ങൾ ചത്തൊടുങ്ങി. അവർ വിശുപ്പെടുക്കുവാനായി മനുഷ്യരെ തന്നെ ഭക്ഷിക്കുവാൻ തുടങ്ങി. സമരിയായിലെ ജനം അഹാബ് രാജാവിനെതിരെയും ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെയും അഴിചാരി. ഈ വരൾച്ചയുടെ കാലത്തും ഏലിയായ്ക്ക് കുടിക്കുവാൻ ജോർദാനിലെ തീരത്തുള്ള ഗെരിയോത്ത് അരുവിയിൽ ജലം അവശേഷിച്ചു. ഭക്ഷിക്കുവാൻ കാക്കകൾ അപ്പം കൊണ്ടുവന്നു. വരൾച്ചയുടെ അവസാന കാലത്ത് സീദോനിലെ സരേഫാത്തിൽ വിധവയുടെ മൺകലത്തിൽ വറ്റാത്ത മാവും നൽകുമെന്ന് ദൈവം അരുൾ ചെയ്തു. തന്റെ നാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി സമരിയായിൽ ബാൽദേവിന് ശത്രുപണി കഴിപ്പിച്ച രാജാവ് ബാലും ബാലിന്റെ പ്രവാചകന്മാരും ദിക്കുനോക്കി പ്രവചിച്ചത് തെറ്റാണെന്നും ഇതെല്ലാം ഏലിയായുടെ ശാപമാണെന്നും മനസ്സിലാക്കി. രാജാവ് ഒബേദ്യായെ വിളിച്ച് ഏലിയ എവിടെയാണേലും അവനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ഉത്തരവ് അറിയിച്ചു. സമരിയ മുഴുവൻ സമരിയയ്ക്ക് ശാപത്തിൽ നിന്ന് മോചനം നൽകണം. പഞ്ചഭൂതങ്ങളുടെ ഒടയാണ് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും